എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ വിലയേറിയ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്കൊള്ളുന്നു. വോട്ടിൻ്റെ കാലം അടുത്തിരിക്കുകയാണ്. നാം വോട്ട് ചെയ്യുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം, എവിടെ വോട്ട് ചെയ്യണമെന്ന് നാം തന്നെ ഒന്ന് ചിന്തിക്കണം. ഒരിക്കൽ ഒരു MP ആയിരുന്നവൻ, ഒരിക്കൽ ഒരു മന്ത്രിയായിരുന്നവർ, ഒരു MLA ആയിരുന്നവർക്ക് യാതൊരു കാരണവശാലും അവർക്ക് വോട്ട് കൊടുത്ത് വിജയിപ്പിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അവരുടെ പാർട്ടിയിൽ തന്നെ എത്രയോ ആളുകൾ കഴിവുള്ളവർ ഉണ്ട്. അവർക്കെന്തുകൊണ്ട് അവരെ കയറ്റിവിടുന്നില്ല? അപ്പോൾ ഈ കുത്തകയായിട്ട് ജനാധിപത്യമല്ല, ഏകാധിപത്യമാണ് നമ്മുടെ കേരളക്കരയിൽ നടക്കുന്നത്, ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. കാരണം ഒരിക്കലും ഒരു കസേര കിട്ടിയവൻ അവന് വിട്ടുകൊടുക്കത്തില്ല. അവനെ അതിനെന്തെല്ലാം കാര്യങ്ങൾ വെച്ചാലും ആ കസേര തന്നെ ഉറപ്പിക്കുവാനായിട്ട് പോകും. ഒരു പാർട്ടി, എല്ലാ പാർട്ടിയും ഞാൻ സ്നേഹിക്കുന്നു, എല്ലാ പാർട്ടിയും ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെങ്കിൽ ആ പാർട്ടിയിൽ വിടുന്ന കഴിവുള്ള എത്രയോ ആൾക്കാരുണ്ട്. അവരെ വോട്ട് ചെയ്ത് അവർക്ക് കാൻഡിഡേറ്റായിട്ട് നിർത്തുവാൻ യാതൊരു പാർട്ടിക്കാരനും തയ്യാറാകുന്നില്ല. അത് ഏകാധിപത്യമാണ്, നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫോട്ടോ വെച്ചിരിക്കുന്ന അവരുടെ ഭാഗം കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. വോട്ടിന് വേണ്ടി ചിരിച്ചുകൊണ്ടിരിക്കും. വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ തിരിഞ്ഞു നോക്കത്തില്ല. അതുകൊണ്ട് നാടിന് നല്ലവർക്ക് വോട്ട് കൊടുക്കുക, നാടിന് നന്മയ്ക്ക് കൊടുക്കുക. അത് ഏത് പാർട്ടിയും ആയിക്കോട്ടെ, ഇന്ന പാർട്ടിയെന്ന് ഞാൻ പറയുന്നില്ല. നാടിന് കൊള്ളാവുന്നതിന് മാത്രം വോട്ട് കൊടുക്കുക ഈ പ്രാവശ്യം. അല്ലാത്തവനെ എല്ലാം തൂത്തെറിയുക. ഈ രാജ്യത്തു നിന്നും ഏകാധിപത്യം പ്രവണത തുടച്ചു നീക്കുക. അതാണ് നമുക്ക് ആവശ്യം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ സേവിക്കുന്നവരെ മാത്രം നമ്മൾ വോട്ട് കൊടുത്ത് വിജയം. അത് ഏത് പാർട്ടിക്കാരനോ സ്വതന്ത്രനോ ആരുമായിക്കോട്ടെ അവർക്ക് കൊടുക്കുക. ഇന്ന പാർട്ടിക്കാരൻ, എല്ലാ പാർട്ടിയും ഞാൻ ബഹുമാനിക്കുന്നു, എല്ലാ പാർട്ടിയുടെ ആദർശങ്ങളെ അംഗീകരിക്കുന്നു, എല്ലാം നല്ലതാണ്. പക്ഷെങ്കിൽ നാടിന് നല്ലവൻ വോട്ട് കൊടുക്കുക, നാട് നന്മയ്ക്ക് വോട്ട് കൊടുക്കുക, ജനഹിതം അറിയുന്നവൻ വോട്ട് കൊടുക്കുക, ജനക്ഷേമത്തിന് വേണ്ടി വോട്ട് കൊടുക്കുക. ഇതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം. അത് പാർട്ടി നോക്കരുത്. ഏത് പാർട്ടി ആയാലും ഇവിടുന്ന് കേരളത്തിൽ നിന്ന് 20 MP ജയിച്ചു എന്നാൽ ഡൽഹിയിൽ 550 അടുത്ത് MP യാതൊരു പ്രയോജനമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നാടിന് നല്ലവന് നമുക്ക് വോട്ട് കൊടുക്കാം, നാടിന് നന്മയ്ക്ക് വോട്ട് കൊടുക്കാം. അല്ല പാർട്ടിക്കല്ല, പാർട്ടി പ്രവർത്തകർക്കല്ല, അടിയുറച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ കുത്തകയായിട്ട് നിൽക്കുന്ന ജനപ്രതിനിധികൾക്കല്ല വോട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി, ഞാൻ സാമൂഹ്യ പ്രവർത്തകൻ. താങ്ക് യു വെരി മച്ച്.